നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. 15 വയസ്സുകാരനെ നിറത്തിൻ്റെ പേരിലും വർണ്ണത്തിൻ്റെ പേരിലും കളിയാക്കുക, കക്കൂസിൽ നാവ് കൊണ്ട് നക്കിക്കുക, അതിനുശേഷം തലമുക്കി ഫ്ലഷ് അടിക്കുക. മിഹിർ അഹമ്മദ് എന്ന 15കാരൻ നേരിട്ടത് അതിക്രൂരമായ റാഗിംഗ് ആണ്. അതിനുശേഷം ആ വേദന കൊണ്ട് അവൻ ജീവനൊടുക്കി. തൃപ്പൂണിത്തുറയിലാണ് സഹപാഠികളിൽ നിന്നും അതിക്രൂരമായ പീഡനം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ മിഹിർ അഹമ്മദ് എന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത്. ഈ സംഭവത്തിൽ കേരളമാകമാനം പ്രതിഷേധമുയരുകയാണ്. തൃപ്പൂണിത്തുറയിൽ 15കാരൻ ഫ്ളാറ്റിൽ നിന്നും ചാടി ജീവൻ ഒടുക്കിയതിന് പിന്നിൽ ക്രൂരമായ ഈ റാഗിംഗ് ഉണ്ടെന്നുള്ള ആരോപണം ആദ്യം മാതാപിതാക്കളാണ് ഉയർത്തിയത്. സ്കൂളാകട്ടെ പൂർണ്ണമായും ഇതിനെ നിഷേധിക്കുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളടക്കം ചാറ്റുകളടക്കമാണ് മാതാപിതാക്കൾ പോലീസിൽ പരാതിയായി നൽകിയിരിക്കുന്നതും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരിക്കുന്നതും. ഈ മാസം 15-ാം തീയതിയാണ് തൃപ്പൂണിത്തുറയിൽ കുടുംബത്തോടൊപ്പം താമസിച്ച മിഹിർ അഹമ്മദ് ഫ്ളാറ്റിന്റെ 26-ാം നിലയിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തത്. ചോറ്റാനിക്കരയ്ക്കടുത്ത് ഗ്ലോബൽ പബ്ലിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി കൂടിയാണ് മിഹിർ. കുട്ടിയെ സ്കൂൾ ബസ്സിൽ വെച്ചും സ്കൂളിൽ വെച്ചും ബാത്റൂമിൽ വെച്ചും അതിക്രൂരമായ കുട്ടികൾ മർദ്ദിച്ചുവെന്നും വാഷ്റൂമിൽ കൊണ്ടുപോയി ക്ലോസറ്റ് നക്കിച്ചുവെന്നും മുഖം പൂഴ്ത്തിവെച്ച് ഫ്ലഷ് അമർത്തിയെന്നും അതിനെ തുടർന്നുണ്ടായ കടുത്ത മാനസിക ശാരീരിക സമ്മർദ്ദത്തെയും പീഡനത്തെയും സഹിക്കാതെ ജീവനൊടുക്കിയെന്നാണ് മാതാവ് പരാതിയിൽ പറയുന്നത്. ഇതൊക്കെ തന്നെ അക്കമിട്ട് നിരത്തി സമൂഹ മാധ്യമത്തിൽ കുറിപ്പും പങ്കുവച്ചിട്ടുണ്ട്. ആ കുറിപ്പ് ഇപ്പോൾ വൈറലായി പ്രചരിക്കുന്നു. നിരവധി ആളുകൾ, പ്രമുഖരടക്കം, താരങ്ങളടക്കം, നടീനടന്മാരടക്കം അത് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. മരണത്തിന് ശേഷവും അതിനെ കളിയാക്കുന്നതായും ആക്ഷേപിക്കുന്നതുമായിട്ടുള്ള ആരോപണമാണ് കുടുംബം ഉയർത്തുന്നത്. അത്രയും നീചമായ പ്രവൃത്തി ചെയ്തിട്ട് പോലും അതിനെ ആഘോഷമാക്കുന്നു. മിഹിറിന്റെ മരണം വരെ ക്രിമിനൽ മനസ്സുള്ള വിദ്യാർത്ഥി കൂട്ടം ആഘോഷമാക്കിയെന്നാണ് പരാതിയിൽ പറയുന്നത്. മിഹിർ ജീവൻ ഒടുക്കിയതിനെക്കുറിച്ച് അധിക്ഷേപകരമായ ഭാഷയിലാണ് സംസാരിക്കുന്നത്. അതിൻ്റെ ചാറ്റ് സ്ക്രീൻഷോട്ടുകളും പുറത്തുവിട്ടിട്ടുണ്ട്. ജനുവരി 15-ന് തൻ്റെ കുടുംബത്തിൽ നടന്ന ദാരുണ സംഭവത്തിന്റെ പിന്നാമ്പുറ വിവരങ്ങൾ പുറംലോകത്തെ അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മാതാവ് റജിന ഈ കുറിപ്പ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത്. ആ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: വീട്ടമ്മയും സംരംഭകയും 15കാരനായ മിഹിറിന്റെ മാതാവുമായ ഞാൻ തൃപ്പൂണിത്തുറയിൽ സന്തുഷ്ട കുടുംബജീവിതം നയിച്ചു വരികയായിരുന്നു. ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞ് മടങ്ങിയെത്തിയ എൻ്റെ മകൻ ഫ്ളാറ്റിന്റെ 26-ാം നിലയിൽ നിന്നും ചാടി ജീവനൊടുക്കി. സന്തോഷകരമായി മുന്നോട്ട് പോയിരുന്ന ഞങ്ങളുടെ കുടുംബത്തിന് ഈ സംഭവം ഏൽപ്പിച്ച ആഘാതം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതല്ല. ഇത്തരമൊരു ദൗർഭാഗ്യകരമായ തീരുമാനത്തിന് പിന്നിൽ എന്താണെന്ന് ഞങ്ങൾക്കൊരു രൂപവും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ഞാനും ഭർത്താവും ഇതേപ്പറ്റി വിശദമായി മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. മിഹിർ 3 മാസം മുൻപ് പുതുതായി ചേർന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ വെച്ച് ഒരു പ്രത്യേക ഗ്യാങ് വിദ്യാർത്ഥികളാൽ അതിക്രൂരമായി റാഗ് ചെയ്യപ്പെട്ടു. അവന്റെ ചില സഹപാഠികളോടും സുഹൃത്തുക്കളോടും സംസാരിച്ചതിൽ നിന്നും ഞങ്ങൾക്ക് ലഭ്യമായ ചില സോഷ്യൽ മീഡിയ ചാറ്റുകളുടെ അടിസ്ഥാനത്തിലും അവൻ ശക്തമായ മാനസിക ശാരീരിക പീഡനത്തിന് വിധേയനായിരുന്നു എന്നത് വ്യക്തമായി. അത്തരമൊരു സഹായമായ ഘട്ടത്തിൽ അവൻ എടുത്തതാണ് ആ തീരുമാനമെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അതിൻ്റെ തെളിവുകളും ഞങ്ങൾക്ക് ലഭിച്ചു. സ്കൂളിൽ വെച്ചും സ്കൂൾ ബസ്സിൽ വെച്ചും ഞങ്ങളുടെ മകൻ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു. അവന് ശാരീരിക ഉപദ്രവമേൽക്കുകയും നിറത്തിൻ്റെ പേരിലും മറ്റുമുള്ള പരിഹാസവും കുത്തുവാക്കുകളും സഹിക്കേണ്ടി വന്നു. വാഷ്റൂമിൽ കൊണ്ടുപോയി അവനെ ക്രൂരമായി ഉപദ്രവിച്ചു. ക്ലോസറ്റിൽ ബലാത്കാരമായി മുഖം പൂഴ്ത്തിവെച്ച് ഫ്ലഷ് ചെയ്യുകയും ടോയ്ലറ്റിൽ നക്കിക്കുകയും ചെയ്തു. ഇതെല്ലാം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ബോധ്യമായ കാര്യമാണ്. ഇപ്പോഴും ഒരു പേരുകേട്ട വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രാകൃതമായ ഇത്തരം ചെയ്തികൾ അനുവദിക്കുന്നു എന്നത്, അതുമൂലം ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടമാകുന്നു എന്നത് അത്യധികം ഗൗരവമുള്ള കാര്യമായി സമൂഹം മനസ്സിലാക്കണം. അവൻ മരണപ്പെട്ട ശേഷവും അത് ആഘോഷിക്കുന്ന ക്രൂരതയിലേക്ക് ആ വിദ്യാർത്ഥി കൂട്ടം എത്തി എന്നത് നിസ്സാരമായ ഒന്നല്ല. മെസ്സേജുകളിലൂടെ മരണം വരെ തിമിർത്ത് ആഘോഷിച്ച് ആ ക്രിമിനലുകളുടെ മെസ്സേജുകളിൽ നിന്ന് തന്നെ എത്രമാത്രം എൻ്റെ കുട്ടിയെ ജീവിച്ചിരിക്കുമ്പോൾ അവർ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാകുമെന്ന് വായിച്ചെടുക്കാൻ കഴിയും. ജീവനൊടുക്കിയ ആ ദിവസം പോലും ക്രൂരമായ പീഡനങ്ങളും അവൻ ഏറ്റുവാങ്ങിയെന്ന് ചാറ്റുകളിൽ നിന്നും ബോധ്യപ്പെട്ടു. അത് വ്യക്തമാക്കുന്ന ചില സ്ക്രീൻഷോട്ടുകളും ഉദാഹരണമായി പുറത്തുവിടുന്നുണ്ട്. അവരുടെ മെസ്സേജുകളെല്ലാം മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. സ്കൂൾ അധികൃതരോട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ ഈ കാര്യങ്ങൾ പുറം ലോകം അറിയുമ്പോൾ അവരുടെ സൽപ്പേര് നഷ്ടപ്പെടാതിരിക്കാനുള്ള ആശങ്കയിലാണെന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അവർക്ക് പോലീസിൽ അറിയിക്കുക എന്നതിലപ്പുറം യാതൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന തരത്തിലുള്ള സമീപനം ഞങ്ങളെ ഏറെ വേദനിപ്പിച്ചു. ഇനിയും അവിടെയുള്ള മറ്റൊരു കുട്ടിക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത അധികാരികളിൽ നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മകന്റെ ജീവൻ അപഹരിച്ച കേസിലെ മുഴുവൻ പ്രതികളെയും എത്രയും വേഗം നിയമത്തിന് മുന്നിൽ എത്തിച്ച് അർഹമായ ശിക്ഷ നൽകണമെന്നതാണ് ഒരു മാതാവെന്ന നിലയിൽ എൻ്റെ ആവശ്യം. അതിനുവേണ്ടി സാധ്യമായ എല്ലാ നിയമ പോരാട്ടവും നടത്താനാണ് കുടുംബത്തിന്റെ തീരുമാനം. നിയമത്തിലും സംവിധാനത്തിലും ഞാൻ പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കുന്നു. സമൂഹത്തിൽ സ്വാഭാവികമായ ജീവിതം എല്ലാവർക്കും സാധ്യമാകേണ്ടതുണ്ട്.
ഇതിനെതിരായി വരുന്ന ഇത്തരം ക്രിമിനൽ ചെയ്തികൾക്ക് നേരെ യാതൊരു ആനുകൂല്യവും നൽകാതെ നിയമ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമൂഹത്തിനത് ദോഷം ചെയ്യും. മാത്രമല്ല, അത് പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന സന്ദേശവും വളരെ അപകടകരമായിരിക്കുമെന്നാണ് മാതാവ് പറയുന്നത്. മിഹിർ എന്ന 15-കാരൻ്റെ മാതാവ് എന്നതിലപ്പുറം അവനെപ്പോലുള്ള 10,000-കണക്കിന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഞാൻ ശബ്ദിക്കുന്നത് എന്ന ഉത്തമ ബോധ്യം തനിക്കുണ്ട്. അവൻ്റെ മരണം ദൗർഭാഗ്യകരമാണെങ്കിലും അതൊട്ടേറെ ജീവിതങ്ങളെ രക്ഷപ്പെടുത്താൻ കാരണമാകുന്ന ഒന്നാകുമെന്നാണ് പ്രതീക്ഷ. അതിനുവേണ്ടി ഏതറ്റം വരെയും നിയമ പോരാട്ടത്തിന് ഞാൻ ഒരുക്കമാണ്. സംഭവത്തിൽ കുടുംബത്തിന്റെ ആരോപണം കൂടി ചേർത്താണ് അന്വേഷണം നടക്കുന്നതെന്നാണ് ഹിൽ പാലസ് SI അനില വ്യക്തമാക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി സ്കൂളിലെ കുട്ടികളെ പോലീസ് നേരിൽ കണ്ടു. പക്ഷേ ഇപ്പോൾ പരീക്ഷാകാലമായതുകൊണ്ട് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. എന്തായിരുന്നാലും വിദ്യാഭ്യാസ മന്ത്രിയുടെ ശ്രദ്ധയിലടക്കം ഈ വിഷയം എത്തിയിട്ടുണ്ട്.